നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലൂടെ പായുന്ന മൈക്രോവേവ് ആയുധങ്ങൾ മുതൽ നയതന്ത്ര ലോകത്തെ വൻ ശക്തികളുടെ കൂടുമാറ്റങ്ങൾ വരെ നീളുന്ന കൗതുകരമായ വാർത്തകളാണ് ഇന്ന് ലോകയിൽ. ഒരു വശത്ത് ഇലോൺ മസ്കിന്റെ സാമ്രാജ്യത്തെ വിറപ്പിക്കാൻ ചൈന ഒരുക്കുന്ന അദൃശ്യ ആയുധത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, മറുവശത്ത് ലോക രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതാ സാന്നിധ്യമായി ജപ്പാനിൽ സനെ തകൈച്ചി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ക്രിക്കറ്റ് ഇതിഹാസം ബ്രെറ്റ് ലീ തന്റെ ജീവിതത്തിലെ പുതിയൊരു ഇന്നിംഗ്സിന് ദുബൈയിൽ തുടക്കമിട്ടതും ഭീകരവാദത്തിനെതിരെ മലേഷ്യൻ മണ്ണിൽ നിന്ന് മോദി ഉയർത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദവും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. കൗതുകവും ഗൗരവവും നിറഞ്ഞ ഈ വാർത്തകളെല്ലാം പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു വമ്പൻ യു ടേൺ സംഭവിച്ചിരിക്കുകയാണ്. ഇത്തവണ ആ പഴയ തല്ലും പിണക്കവും ഒന്നുമല്ല, പകരം ഒരു പുതിയ സൗഹൃദത്തിന്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കണ്ട ആ ഒരു ഡിപ്ലോമാറ്റിക് ഐസ് അല്ലെങ്കിൽ തണുപ്പൻ മനോഭാവം ഇപ്പോൾ പതുക്കെ മാറി തുടങ്ങുന്നു. ഇതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA അജിത് ദോവലിന്റെ ഏറ്റവും പുതിയ കാനഡ സന്ദർശനം. ഒട്ടാവയിൽ നടന്ന നിർണായക ചർച്ചകളിൽ കാനഡയും ഇന്ത്യയും കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെറുതെ ഒരു ചർച്ചയല്ല, സൈബർ സെക്യൂരിറ്റി മുതൽ ഇമിഗ്രേഷൻ തട്ടിപ്പുകൾ വരെ തടയാൻ വമ്പൻ പ്ലാനുകളാണ് റെഡിയാകുന്നത്. എങ്ങനെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ മാറിയത്? കാനഡയിലെ പുതിയ ഭരണകൂടം ഇന്ത്യയുമായി ഇത്രയും അധികം അടുക്കാൻ കാരണമെന്താണ്? ഈ മാറ്റം അവിടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക്, മലയാളികൾക്ക് എങ്ങനെ ഗുണകരമാകും? എന്താണ് അജിത് ദോവലിന്റെ ഈ സന്ദർശനത്തിന് പിന്നിലെ രഹസ്യം? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. ഈ പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഇതിന്റെ ചരിത്രം ഒന്നറിയണം. 2023 സെപ്റ്റംബറിലാണ് ഇന്ത്യ കാനഡ ബന്ധം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിയത്. ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജറിന്റെ മരണത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവിടെ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇന്ത്യ ഈ ആരോപണങ്ങളെ അസംബന്ധമെന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞു. വിസ സർവീസുകൾ നിർത്തിവെച്ചു. നയതന്ത്ര ഉദ്യോഗസ്ഥരെ പരസ്പരം പുറത്താക്കി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പോലും അവർ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു കോൾഡ് വാർ തന്നെ നടക്കുകയായിരുന്നു. പക്ഷെ 2025ഓടെ കാനഡയിലെ രാഷ്ട്രീയ സാഹചര്യം മാറി. ജസ്റ്റിൻ ട്രൂഡോ മാറി. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി അവിടെ എത്തിയതോടെ ഈ മഞ്ഞ് ഉരുകി തുടങ്ങുകയായിരുന്നു. ഇനി ഫെബ്രുവരി 6, 7 ഈ തീയതികളിലായിട്ടാണ് അജിത് ദോവൽ കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിൽ സന്ദർശനം നടത്തിയത്. അവിടെ അദ്ദേഹം തന്റെ കൗണ്ടർപാർട്ടായ നതാലി ജൂയിനുമായി കൂടിക്കാഴ്ച നടത്തി. വെറും ഒരു ഫോർമൽ വിസിറ്റ് എന്നതിലുപരി കഴിഞ്ഞ 2 വർഷമായി മുടങ്ങിക്കിടന്ന ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സെക്യൂരിറ്റി ഡയലോഗ് പുനരാരംഭിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സെക്യൂരിറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ലൈസണിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കാനുള്ളതാണ്. ലളിതമായി പറഞ്ഞാൽ 2 രാജ്യങ്ങളുടെയും സുരക്ഷാ ഏജൻസികൾക്കിടയിൽ ഇനി ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഗ്യാങ്സ്റ്റർ, ടെററിസ്റ്റ് നെക്സസ്, ലഹരിക്കടത്ത്, വമ്പൻ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയൊക്കെ തടയാൻ ഇനി ഇരു രാജ്യങ്ങളും തത്സമയം വിവരങ്ങൾ കൈമാറും. പ്രത്യേകിച്ചും ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഡ്രഗ് ട്രാഫിക്കിംഗ്, സംഘടിത കുറ്റകൃത്യങ്ങളും അടിച്ചമർത്താൻ ഈ ഒരു നീക്കം സഹായിക്കും. മറ്റൊരു പ്രധാന ഏരിയ സൈബർ സെക്യൂരിറ്റിയാണ്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സൈബർ അറ്റാക്കുകളാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി പോളിസിയിൽ ഒരു ഷെയർഡ് വർക്ക് പ്ലാൻ ഉണ്ടാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട്. ഇതിലൂടെ ഡിജിറ്റൽ ലോകത്തെ ക്രിമിനൽ ആക്ടിവിറ്റികൾ തടയാനും ഇന്ത്യക്കും കാനഡയ്ക്കും സാധിക്കും. ഇത് കൂടാതെ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിലെ സഹകരണം. വിസ തട്ടിപ്പുകളും ഇമിഗ്രേഷൻ തട്ടിപ്പുകളും നടത്തുന്ന സംഘങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഈ പുതിയ ധാരണ സഹായിക്കും. നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകാം, ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് വഷളായിരുന്ന ഈ ഒരു ബന്ധം പെട്ടെന്ന് എങ്ങനെ ശരിയായി എന്ന്. അവിടെയാണ് വലിയൊരു പൊളിറ്റിക്കൽ മാറ്റമുള്ളത്. കാനഡയിൽ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി എത്തിയതോടെ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കാനഡ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മാർച്ച് മാസത്തിൽ മാർക്ക് കാർണി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സന്ദർശനത്തിനുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് കൂടിയായിരുന്നു അജിത് ദോവലിന്റെ ഇപ്പോഴത്തെ യാത്ര. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട ആ ഒരു ശത്രുത മാറ്റിവെച്ച് എനർജി സെക്ടറിലും ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിലും ഇന്ത്യയുമായി ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് കാനഡയുടെ പ്ലാൻ. അമേരിക്കയിലെ പുതിയ ഭരണമാറ്റവും ട്രംപിന്റെ താരിഫ് നയങ്ങളും കാനഡയെ ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കാനഡയുടെ പക്കൽ ഇന്ത്യക്ക് ആവശ്യമുള്ള യുറേനിയം, ലിഥിയവും ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റീസെറ്റ് 2 രാജ്യങ്ങൾക്കും സാമ്പത്തികമായും സുരക്ഷാപരമായും വളരെ പ്രധാനമാണ്. അതായത് വർഷങ്ങളായി തകർന്നു കിടന്ന ഒരു പാലം അജിത് ദോവലിലൂടെ ഇന്ത്യ വീണ്ടും പണിയുകയാണ്. ശത്രുത മാറി സൗഹൃദം വരുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്കാണ്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖലിസ്ഥാൻ വിഷയത്തിലും മറ്റും കാനഡ കാണിച്ചിരുന്ന ഒരു അയഞ്ഞ നിലപാട് ഇനി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നോവലിന്റെ സന്ദർശനത്തോടെ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു കൃത്യമായ പ്ലാൻ റെഡിയായി കഴിഞ്ഞു. ഈ സൗഹൃദം വരും ദിവസങ്ങളിൽ ഇന്ത്യക്കും കാനഡയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും ഗുണകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചരിത്രപരമായ ഒരു അധ്യായം കൂടി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2026 മലേഷ്യ സന്ദർശനം ആഗോള സുരക്ഷാ ക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മോദി നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യ നടത്തുന്ന ഓരോ നീക്കവും ലോകശക്തികളെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതും ഈ സന്ദർശനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുമായി അല്പം അകന്നു നിന്നിരുന്ന മലേഷ്യ ഇന്ന് ഇന്ത്യയുടെ അടുത്ത തന്ത്രപരമായ പങ്കാളിയായി മാറിയിരിക്കുകയാണ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉയർന്നു കേട്ട ഏറ്റവും ശക്തമായ സന്ദേശം ഇതായിരുന്നു: നോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ടെററിസം. അതായത് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല, വിട്ടുവീഴ്ചയുമില്ല. എന്താണ് ഈ പ്രസ്താവനയുടെ പ്രാധാന്യം? ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഒപ്പിട്ട 11 പുതിയ കരാറുകൾ ഏതൊക്കെയാണ്? ഈ സന്ദർശനം എങ്ങനെയാണ് പാകിസ്ഥാനെയും ചൈനയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. മലേഷ്യയുടെ തലസ്ഥാനമായ കുലാലംപൂരിൽ നടന്ന ഈ സന്ദർശനം വെറും ഒരു ഫ്രണ്ട്ലി വിസിറ്റ് മാത്രമല്ല, ഇതൊരു വലിയ സ്ട്രാറ്റജിക് മൂവായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സമയം ചർച്ച ചെയ്തത് സുരക്ഷാ കാര്യങ്ങളാണ്. തീവ്രവാദത്തെ നല്ല തീവ്രവാദമെന്നും ചീത്ത തീവ്രവാദമെന്നും വേർതിരിച്ചു കാണുന്ന ഇരട്ടത്താപ്പ്, ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇനി അനുവദിക്കില്ലെന്ന് മോദി വ്യക്തമാക്കി. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറഞ്ഞത് ഭീകരവാദം അത് എവിടെ നടന്നാലും ആര് ചെയ്താലും അതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണം എന്നാണ്. നോ കോംപ്രമൈസ്, നോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായൊരു താക്കീതാണ്. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ ഇന്ത്യയും മലേഷ്യയും ഇനി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും കടൽ വഴിയുള്ള സുരക്ഷ ശക്തമാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ വക്താക്കളാകുമ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ എത്രത്തോളം കർക്കശക്കാരാണെന്ന് മോദി ഒരിക്കൽ കൂടി വ്യക്തമാക്കി. നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം. മലേഷ്യ പോലൊരു പ്രമുഖ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്ന് ഭീകരവാദത്തെ അപലപിക്കുമ്പോൾ അത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. ഭീകരവാദത്തിനെതിരെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും സൈബർ സുരക്ഷാ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. വെറും വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയിലും ഈ സൗഹൃദം പ്രകടമാണ്. സുരക്ഷ കൂടാതെ ഇക്കണോമിക് സൈഡിലും വലിയ കുതിച്ചുചാട്ടമാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നത്. ആകെ നിർണായകമായ 11 ഔദ്യോഗിക കരാറുകളാണ് ഇന്ത്യയും മലേഷ്യയും ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇവയാണ്. ഒന്നാമതായി സെമി കണ്ടക്ടർ സഹകരണം. ലോകത്തിലെ തന്നെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് മലേഷ്യ. ഇന്ത്യയുമായി ഈ മേഖലയിൽ സഹകരിക്കാനുള്ള തീരുമാനം നമ്മുടെ IT മേഖലയ്ക്ക് വലിയ കരുത്താകും. അടുത്തത് ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണ്. ഇനി മുതൽ മലേഷ്യയിൽ പോകുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് കയ്യിൽ പണമില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ UPI ഇപ്പോൾ മലേഷ്യയിലും സജീവമാവുകയാണ്. UPIയും മലേഷ്യയുടെ പേയ്നെറ്റും തമ്മിലുള്ള സഹകരണത്തിലൂടെ പണമിടപാടുകൾ ഇനി കൂടുതൽ എളുപ്പമാകും. അടുത്തത് തദ്ദേശീയ കറൻസിയിലെ വ്യാപാരമാണ്. ഡോളറിനെ ആശ്രയിക്കാതെ ഇന്ത്യൻ രൂപയിലും മലേഷ്യൻ റിംഗിറ്റിലും വ്യാപാരം നടത്താനുള്ള നീക്കത്തിന് ഇരു രാജ്യങ്ങളും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ സഹായമാകും. നമ്മുടെ ഫോറക്സ് റിസർവ് സംരക്ഷിക്കാനും സഹായിക്കും. ഇന്ത്യയും മലേഷ്യയും വെറും അയൽക്കാരല്ല, സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ രണ്ട് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. ഇനിയുള്ള കാര്യം, ഇന്ത്യയും മലേഷ്യയും വെറും അയൽക്കാരല്ല, സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ രണ്ട് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. പ്രതിരോധ മേഖലയിൽ SU-34 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി സഹകരണം വർദ്ധിപ്പിക്കാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കൈകോർക്കാനും തീരുമാനമായിട്ടുണ്ട്. കടലിലെ സുരക്ഷാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം തടയാൻ മലേഷ്യയുടെ സഹകരണം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മലേഷ്യയുടെ SU-30 യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റും ഇന്ത്യയുടെ സഹായം അവർ തേടിയിട്ടുണ്ട്. ഇത് പ്രതിരോധ മേഖലയിൽ ഭാരതത്തിന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. മലേഷ്യയിൽ ഏകദേശം 27 ലക്ഷത്തോളം ഇന്ത്യൻ വംശജരുണ്ട്. അതിൽ വലിയൊരു വിഭാഗം തമിഴ് മലയാളി സമൂഹങ്ങളാണ്. അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ മലേഷ്യയിൽ ഒരു തിരുവള്ളുവർ സെന്റർ സ്ഥാപിക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചു.
കൂടാതെ സെബാസ്റ്റ്യേറ്റിൽ ഇന്ത്യയുടെ പുതിയൊരു കോൺസുലേറ്റ് തുടങ്ങാനും തീരുമാനമായിട്ടുണ്ട്. ഇത് അവിടെയുള്ള പ്രവാസികൾക്ക് വിസ, പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾ എളുപ്പമാക്കും. ഈ സന്ദർശനത്തിന് വലിയൊരു രാഷ്ട്രീയ മാനമുണ്ട്. മലേഷ്യയിൽ ഭരണമാറ്റത്തിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം വല്ലാതെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. പഴയ ശത്രുതകൾ മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറായത് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള സ്വാധീനം കൊണ്ടാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ ഇന്ത്യയെ പോലൊരു വിശ്വസ്ത സുഹൃത്തിനെ മലേഷ്യയ്ക്കും ആവശ്യമാണ്. അജിത് ദോവലിന്റെ കാനഡ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ മോദിയുടെ മലേഷ്യൻ യാത്രയും വമ്പൻ വിജയമായി മാറുകയാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് സാമ്പത്തികമായും സാംസ്കാരികമായും മലേഷ്യയെ ഇന്ത്യയുടെ കൂടെ നിർത്തിയിരിക്കുന്നു. ഇത് പുതിയ ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ചുരുക്കത്തിൽ 2026 ഈ സന്ദർശനം ഇന്ത്യ മലേഷ്യ ബന്ധത്തെ ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മലേഷ്യയെ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷം. ജപ്പാനിൽ നിന്ന് ഇന്ന് കേൾക്കുന്നത് ലോക രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനെ തകൈച്ചി തന്റെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. വെറും ഒരു വിജയമല്ല, 3/2 ഭൂരിപക്ഷത്തോടെയുള്ള ഒരു സൂപ്പർ മെജോറിറ്റിയാണ് അവർ നേടിയെടുത്തത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് തകൈച്ചി അധികാരം ഉറപ്പിച്ചത്. പക്ഷേ ഈ വിജയത്തിലേക്ക് എത്തിയത് അത്ര എളുപ്പമായിരുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഴിമതി ആരോപണങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും ഉലഞ്ഞു നിന്നിരുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരൊറ്റ നീക്കം കൊണ്ട് തകൈച്ചി ഉയർത്ത് എഴുന്നേൽപ്പിക്കുകയായിരുന്നു. എന്താണ് ഈ തകൈച്ചി മാജിക്? എങ്ങനെയാണ് അവർ ജപ്പാൻകാരുടെ പ്രിയപ്പെട്ട നേതാവായത്? ഈ വിജയത്തിലേക്ക് എത്തിയത് അത്ര എളുപ്പമായിരുന്നില്ല. കടുത്ത പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലായിരുന്നു ഈ ഒരു സ്നാപ്പ് ഇലക്ഷൻ നടന്നത്. എന്തായിരുന്നു ആ വിവാദങ്ങൾ? ഈ വിജയം ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കാം. കഴിഞ്ഞ ഒക്ടോബറിലാണ് തകൈച്ചി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. സാധാരണഗതിയിൽ 2028 വരെ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഭരണകക്ഷിക്കുള്ളിലെ പ്രശ്നങ്ങളും പ്രതിപക്ഷത്തിന്റെ കരുത്തും മറികടക്കാൻ തകൈച്ചി എടുത്ത തീരുമാനമായിരുന്നു ഈ ഒരു സ്നാപ്പ് ഇലക്ഷൻ. എന്റെ പദവി പണയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും വകവയ്ക്കാതെ ജപ്പാനിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി. ഫലം വന്നപ്പോൾ തകൈച്ചിയുടെ LDP ഒറ്റയ്ക്ക് 316 സീറ്റുകൾ നേടി. സഖ്യകക്ഷിയായ ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടി JIP ചേർന്നപ്പോൾ ഇത് 352-ലെത്തി. ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് വിജയമാണിത്. ജപ്പാൻ രാഷ്ട്രീയം സാധാരണയായി പ്രായം ചെന്ന പുരുഷന്മാരുടെ കൈകളിലാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ തകൈച്ചി ആ രീതി പാടെ മാറ്റി. അവരുടെ വർക്ക് 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 എന്ന മുദ്രാവാക്യവും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും യുവാക്കളെ ആകർഷിച്ചു. യുവാക്കൾക്കിടയിലുണ്ടായ ഈ ഒരു ആവേശം സനാമാനിയ എന്നാണ് അറിയപ്പെടുന്നത്. തകൈച്ചി ഉപയോഗിക്കുന്ന പിങ്ക് കളർ പേനയും ഹാൻഡ് ബാഗും പോലും ഇപ്പോൾ ജപ്പാനിൽ വലിയ ഡിമാൻഡാണ്. തകൈച്ചിയുടെ വിജയം ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ചൈനയാണ്. ചൈനയുടെ കാര്യത്തിൽ കടുത്ത നിലപാടുള്ള നേതാവാണ് തകൈച്ചി. തായ്വാൻ ആക്രമിക്കപ്പെട്ടാൽ ജപ്പാൻ സൈനികമായി ഇടപെടും എന്ന് അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തകൈച്ചിയെ ശക്തമായ ബുദ്ധിമതിയായ നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുമായും അവർക്ക് മികച്ച ബന്ധമാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ അവരെ അഭിനന്ദിച്ചു കഴിഞ്ഞു. തകൈച്ചിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്ന് ഉറപ്പാണ്. എന്തൊക്കെയാണ് ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ സെമി കണ്ടക്ടേഴ്സ് മേഖലയാണ്. മലേഷ്യയിലെ പോലെ തന്നെ ജപ്പാനും സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിലാണ്. ഇന്ത്യയിലെ നിർമ്മാണ യൂണിറ്റുകൾക്ക് ജപ്പാന്റെ നിക്ഷേപം ഉറപ്പായി കഴിഞ്ഞു. അടുത്തത് ചന്ദ്രയാൻ 5 ആണ്. ഇന്ത്യയുടെയും ജപ്പാന്റെയും സംയുക്ത ചാന്ദ്ര ദൗത്യമായ ലൂപെക്സ് ചന്ദ്രയാൻ 5 തകൈച്ചിയുടെ ഭരണത്തിന് കീഴിൽ വേഗത്തിലാകും. അടുത്തത് ഡിഫൻസ് ടെക്നോളജിയാണ്. നാവികസേനയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ, യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന പോലുള്ളവ മെച്ചപ്പെടുത്താൻ ജപ്പാൻ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. ഇനി ഇക്കണോമിക് സപ്പോർട്ടാണ്. ജപ്പാനിലെ വലിയ കമ്പനികൾ ചൈനയിൽ നിന്ന് മാറ്റി ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തകൈച്ചിയുടെ നയം പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജപ്പാനിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ഇന്ത്യക്കാർക്കും ഇത് വളരെ നല്ല വാർത്തയാണ്. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെങ്കിലും വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികളെ ജപ്പാനിലേക്ക് എത്തിക്കാൻ തകൈച്ചിക്ക് വലിയ താൽപ്പര്യമുണ്ട്. ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നതുകൊണ്ട് വിസ നടപടികൾ കൂടുതൽ സുതാര്യമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും 3/2 ഭൂരിപക്ഷം ലഭിച്ചതോടെ ജപ്പാന്റെ ഭരണഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ തകൈച്ചിക്ക് സാധിക്കും. പ്രത്യേകിച്ചും ജപ്പാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവന്നേക്കാം. കൂടാതെ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുമെന്നും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശക്തവും സമൃദ്ധവുമായ ജപ്പാൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് തകൈച്ചി തന്റെ വിജയപ്രസംഗത്തിൽ പറഞ്ഞത്. മാർഗരറ്റ് താച്ചറെ പോലെ കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കുന്ന തകൈച്ചി ജപ്പാനെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.
ഫെബ്രുവരി 18 അവർ വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ജപ്പാൻ രാഷ്ട്രീയത്തിലെ അയൺ ലേഡിയായി സനെ തകേഷി മാറുമ്പോൾ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു കരുത്താണ്. ഏഷ്യയിൽ ചൈനയുടെ ആധിപത്യം തടയാൻ മോദി തകേഷി കൂട്ടുകെട്ട് വരും വർഷങ്ങളിൽ നിർണായകമാകും. ഫെബ്രുവരി 18 അവർ ഔദ്യോഗികമായി വീണ്ടും അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയുമായി പുതിയ കരാറുകൾ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലൂടെ ചേരിപ്പായുന്ന ഇന്റർനെറ്റ് ഉപഗ്രഹങ്ങളെ, സാറ്റലൈറ്റുകളെ നിശബ്ദമാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ചൈന ഒരുങ്ങുന്നു എന്ന വാർത്ത ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ബഹിരാകാശ യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ എന്നാൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇനി. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ തകർക്കാൻ ചൈന ഒരു ബ്രഹ്മാസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നു. സ്റ്റാർലിങ്ക് കില്ലർ എന്ന വിളിപ്പേരുള്ള ഈ പുതിയ മൈക്രോവേവ് ആയുധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ലോകരാജ്യങ്ങൾ അമ്പരപ്പിലാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ മൈക്രോവേവ് തരംഗങ്ങൾ പുറപ്പെടുവിച്ച് ഉപഗ്രഹങ്ങളെ കരിച്ചുകളയാൻ ശേഷിയുള്ള ഈ ചൈനീസ് സാങ്കേതിക വിദ്യ ബഹിരാകാശത്തെ ഒരു യുദ്ധകളമാക്കി മാറ്റുകയാണ്. എന്താണ് ചൈനയുടെ ഈ പുതിയ മാന്ത്രിക വടി? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? പരിശോധിക്കാം. ചൈന വികസിപ്പിച്ചെടുത്ത ഈ പുതിയ ഉപകരണത്തിന്റെ പേര് TPG-1000CS എന്നാണ്. ഇതൊരു ഹൈ പവർ മൈക്രോവേവ് HPM ഡ്രൈവറാണ്. സാധാരണഗതിയിൽ ഉപഗ്രഹങ്ങളെ തകർക്കാൻ മിസൈലുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മിസൈൽ ഉപയോഗിക്കുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. അത് ഉപഗ്രഹത്തെ തകർക്കുമ്പോൾ ലക്ഷക്കണക്കിന് ചില്ലു കഷ്ണങ്ങളായി ബഹിരാകാശത്ത് അവശിഷ്ടങ്ങൾ ഉണ്ടാകും, അതായത് സ്പേസ് ഡിബ്രിസ് ഉണ്ടാകും. ഇത് മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും വരെ ഭീഷണിയാണ്. എന്നാൽ ചൈനയുടെ ഈ മൈക്രോവേവ് ആയുധം ഉപഗ്രഹങ്ങളെ ഭൗതികമായി തകർക്കുന്നില്ല, പക്ഷേ അതിശക്തമായ ഊർജ തരംഗങ്ങൾ ഉപയോഗിച്ച് അവയ്ക്കുള്ളിലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ പ്രവർത്തനരഹിതമാക്കുകയാണ് ചെയ്യുന്നത്. വെറും 4 മീറ്റർ മാത്രം നീളമുള്ള ഈ കുഞ്ഞൻ യന്ത്രത്തിന് 20 ഗിഗാവാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നത് ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്ന വിവരമാണ്. ചൈനയിലെ സിയാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് വെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ അത്ഭുത ഉപകരണം നിർമ്മിച്ചത്. മുൻകാലങ്ങളിൽ ഇത്തരം പൾസ് ജനറേറ്ററുകൾക്ക് 10 അടിയിലധികം നീളവും 10 ടണ്ണിലധികം ഭാരവും ഉണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ മിനിയേച്ചറൈസേഷൻ വഴി ഇതിന്റെ വലിപ്പവും ഭാരവും പകുതിയായി കുറയ്ക്കാൻ ചൈനീസ് ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. ഈ വലിപ്പക്കുറവ് തന്നെയാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ട്രക്കുകളിലോ യുദ്ധക്കപ്പലുകളിലോ വിമാനങ്ങളിലോ പോലും ഇത് എളുപ്പത്തിൽ ഘടിപ്പിക്കാം. ഭാവിയിൽ ചൈനീസ് ഉപഗ്രഹങ്ങളിൽ തന്നെ ഈ സംവിധാനം സ്ഥാപിച്ചാൽ ബഹിരാകാശത്ത് വെച്ച് തന്നെ ശത്രു ഉപഗ്രഹങ്ങളെ നിശബ്ദമായി നശിപ്പിക്കാൻ ചൈനയ്ക്ക് സാധിക്കും. റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഉപഗ്രഹ ശൃംഖലകളുടെ പ്രഹരശേഷി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. യുക്രൈനിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നപ്പോൾ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കിയത് യുദ്ധഗതിയെ തന്നെ മാറ്റിമറിച്ചു. ഡ്രോണുകളെ നിയന്ത്രിക്കുന്നതിനും സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇത് വലിയ പങ്കുവഹിച്ചു. ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഒരു സംഘർഷം ഉണ്ടായാൽ സ്റ്റാർലിങ്ക് പോലുള്ള മെഗാ കോൺസ്റ്റലേഷൻസ് വലിയ വിലങ്ങുതടിയാകുമെന്ന് അവർ കരുതുന്നു. ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ഉയരത്തിൽ ഭൂമിയെ വലം വെക്കുന്നതിനാൽ അവയെ ഓരോന്നായി മിസൈൽ അയച്ച് തകർക്കുക പ്രായോഗികമല്ല. ഇവിടെയാണ് മൈക്രോവേവ് ആയുധങ്ങളുടെ പ്രസക്തി. ഒരൊറ്റ പ്രഹരത്തിൽ വലിയൊരു പ്രദേശത്തെ ഉപഗ്രഹങ്ങളെ അന്ധമാക്കാൻ ഇതിന് സാധിക്കും. ഇനി ഈ ഉപകരണത്തിന് ഇത്രയും ഉയർന്ന ഊർജ്ജം, എനർജി എങ്ങനെ ലഭിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഇതിൽ മിഡൽ 7131 എന്ന പ്രത്യേകതരം ലിക്വിഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എനർജി സംഭരിച്ചു വെക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും യന്ത്രത്തിന്റെ വലിപ്പം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു ടെസ്ല കോയിലിന്റെ പ്രവർത്തനത്തിന് സമാനമായ ഇലക്ട്രിക്കൽ ഊർജ്ജം ശേഖരിച്ചു വെച്ച് പെട്ടെന്നൊരു വലിയ സ്ഫോടനത്തിന് സമാനമായ വേഗതയിൽ പൾസുകളായി പുറത്തുവിടുകയാണ് ഇത് ചെയ്യുന്നത്. ഗവേഷകർ ഇതിൽ ഒരു ഡ്യുവൽ യു ഘടനയാണ് പരീക്ഷിച്ചത്. ഇതിനോടകം 2 ലക്ഷത്തോളം പരീക്ഷണ പൾസുകൾ ഈ യന്ത്രം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. അതായത് ഇത് വെറും ലാബ് പരീക്ഷണമല്ല, മറിച്ച് യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ പാകത്തിൽ സജ്ജമായി കഴിഞ്ഞു. ഈ ആയുധത്തിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം അതിന്റെ നിഗൂഢതയാണ്. അദൃശ്യമായ ഈ പ്രഹരമേൽക്കുന്ന ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് പെട്ടെന്നൊരു പാഴ് വസ്തുവായി മാറും. അതൊരു സാങ്കേതിക തകരാറാണോ അതോ ശത്രുരാജ്യത്തിന്റെ മൈക്രോവേവ് ആക്രമണമാണോ എന്ന് തിരിച്ചറിയുക അസാധ്യമാണ്. ഈ ആയുധത്തിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം അതിന്റെ നിഗൂഢതയാണ്. അദൃശ്യമായ ഈ പ്രഹരമേൽക്കുന്ന ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് പെട്ടെന്നൊരു പാഴ്വസ്തുവായി മാറും. അതൊരു സാങ്കേതിക തകരാറാണോ അതോ ശത്രുരാജ്യത്തിന്റെ മൈക്രോവേവ് ആക്രമണമാണോ എന്ന് തിരിച്ചറിയുക അസാധ്യമാണ്. ഇത് ശരിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബഹിരാകാശത്തെ ഒരു അരാജകത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മുടെ മൊബൈൽ, ഇന്റർനെറ്റ്, GPS, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളെല്ലാം ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചാണെന്നിരിക്കെ ഇത്തരം ആയുധങ്ങളുടെ പരീക്ഷണം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ചൈനയുടെ മൈക്രോവേവ് ആയുധം കേവലം ഒരു സാങ്കേതിക മുന്നേറ്റമല്ല, മറിച്ച് ആഗോള ശക്തിയുടെ ബാലൻസിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണ്.
മിസൈലുകളെ പ്രതിരോധിക്കാൻ പ്രതിരോധ കവചങ്ങൾ ഒരുക്കാമെങ്കിലും അദൃശ്യമായി വരുന്ന മൈക്രോവേവ് തരംഗങ്ങളെ തടയുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടാണ്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാമ്രാജ്യം ഈ ചൈനീസ് ഭീഷണിയെ എങ്ങനെ നേരിടുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ബ്രെറ്റ് ലീ എന്ന ഓസ്ട്രേലിയൻ പേസ് ഇതിഹാസം തന്റെ 160 കിലോമീറ്റർ വേഗതയിലുള്ള പന്തുകൾ കൊണ്ട് ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ചിരുന്ന കാലം ക്രിക്കറ്റ് പ്രേമികൾ മറക്കാനിടയില്ല. എന്നാൽ ഇന്ന് കളിമുറ്റത്തെ ആ വേഗതയല്ല, മറിച്ച് തന്റെ ജീവിതം പറിച്ചു നടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ദുബായ് എന്ന നഗരത്തിന്റെ വളർച്ചാ വേഗതയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഓസ്ട്രേലിയ വിട്ട് അദ്ദേഹം UAEയിൽ, കൃത്യമായി പറഞ്ഞാൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ പച്ചപ്പും പ്രശാന്തതയും വിട്ട് മരുഭൂമിയിലെ ഈ അത്ഭുത നഗരിയിലേക്ക് ബ്രെറ്റ് ലീ സ്ഥിരതാമസം മാറുമ്പോൾ അത് കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല, മറിച്ച് ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടിയേറ്റ പ്രവണതയുടെ അടയാളമാണ്. എന്തുകൊണ്ടാണ് ലോക പ്രശസ്തരായ താരങ്ങളും സംരംഭകരും സാധാരണക്കാരും ഒക്കെ ഒരുപോലെ ദുബായിയെ തങ്ങളുടെ സ്വപ്ന ഭൂമിയായി കാണുന്നത്? സെലിബ്രിറ്റികൾ എന്തിനാണ് കൂട്ടത്തോടെ ദുബായിലേക്ക് ചേക്കേറുന്നത്? എന്താണ് ഈ നഗരത്തിന്റെ പ്രത്യേകത? പരിശോധിക്കാം. ദുബായ് ഇപ്പോൾ എന്റെ വീടാണ് എന്ന് ബ്രെറ്റ് ലീ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് ഒരു ഓസ്ട്രേലിയക്കാരൻ തന്റെ രാജ്യം വിട്ട് ഈ മരുഭൂമിയിലെ അത്ഭുത നഗരത്തിൽ അഭയം തേടുന്നത് എന്ന്? ഇതിനു പിന്നിൽ കേവലം പണമോ ടാക്സ് ലാഭമോ മാത്രമല്ല ഉള്ളത്. എന്താണ് എന്നൊന്ന് നോക്കട്ടെ. ഫെബ്രുവരി 2026 തുടക്കത്തിലാണ് താൻ ദുബായിലേക്ക് താമസം മാറിയ കാര്യം ബ്രെറ്റ് ലീ ഔദ്യോഗികമായി അറിയിക്കുന്നത്. വെറും ഒരു വിനോദയാത്ര എന്ന നിലയിൽ തുടങ്ങി ഇപ്പോൾ അതൊരു പെർമനന്റ് സെറ്റിൽമെന്റിൽ എത്തി നിൽക്കുന്നു. ഇവിടുത്തെ എനർജി, ആംബിഷൻ, എന്തും സാധ്യമാണ് എന്ന തോന്നൽ, അതാണ് എന്നെ ആകർഷിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുടുംബത്തോടൊപ്പം ദുബായിലെ ബുർജ് ഖലീഫയുടെയും മനോഹരമായ ഗോൾഫ് കോഴ്സുകളുടെയും പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തന്റെ മക്കൾ ഇവിടുത്തെ സ്കൂളുകളിൽ വളരെയധികം സന്തുഷ്ടരാണ് എന്നും മികച്ച വിദ്യാഭ്യാസവും സ്പോർട്സ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രെറ്റ് ലീയുടെ ഈ മാറ്റം പെട്ടെന്നുണ്ടായ ഒന്നല്ല. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി നിരവധി തവണ UAE സന്ദർശിച്ച ലീ അവിടുത്തെ ജീവിതശൈലിയും സുരക്ഷിതത്വവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. തന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്നും അവർ അവിടെ സന്തുഷ്ടരാണ് എന്നും അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഒരു പിതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. വെറും ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനപ്പുറം ഒരു കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ദുബായ് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നികുതിയില്ലാത്ത നഗരം എന്നതിലുപരിയായി പുതിയ അവസരങ്ങളുടെയും ആധുനികതയുടെയും സംഗമ സ്ഥാനമാണ് ദുബായ്. ദുബായിലേക്ക് പ്രമുഖരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് UAE ഗവൺമെന്റ് അവതരിപ്പിച്ച ഗോൾഡൻ വിസ സംവിധാനം. 10 വർഷത്തെ ദീർഘകാല താമസാനുമതി നൽകുന്ന ഈ വിസ വിദേശികൾക്ക് തങ്ങളുടെ മാതൃരാജ്യത്ത് ഇരിക്കുന്നത് പോലെ തന്നെ സുരക്ഷിത ബോധം നൽകുന്നു. ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ മുതൽ യുവതാരങ്ങളായ കൃതിക് സനോൺ വരെയുള്ളവർ ഈ വിസയുടെ ഗുണഭോക്താക്കളാണ്. മുൻകാലങ്ങളിൽ വിദേശികൾക്ക് UAEയിൽ താമസിക്കണമെങ്കിൽ സ്പോൺസർഷിപ്പും മറ്റും ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് ഗോൾഡൻ വിസയിലൂടെ ലഭിക്കുന്ന സ്വാശ്രയത്വം ഒട്ടേറെ പ്രൊഫഷണലുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. ഇത് കേവലം ഒരു വിസയല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു താക്കോലാണ് എന്ന് വേണം പറയാൻ. സെലിബ്രിറ്റികൾ മാത്രമല്ല, പ്രായോഗികമായ ജീവിത സൗകര്യങ്ങൾ തേടുന്നവരും ദുബായിയെ പ്രണയിക്കുന്നു. ബ്രെറ്റ് ലീ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒട്ടേറെ പ്രമുഖർ ഇപ്പോൾ ദുബായിലേക്ക് ചേക്കേറുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് നടൻ R. മാധവൻ തന്റെ മകന്റെ സ്വിമ്മിംഗ് കരിയറിന് വേണ്ടി ദുബായിലേക്ക് മാറിയത്. ലോകോത്തര നിലവാരമുള്ള സ്പോർട്സ് അക്കാദമികളും പരിശീലന കേന്ദ്രങ്ങളും ഇവിടെ ലഭ്യമാണ്. സാനിയ മിർസ, സഞ്ജയ് ദത്ത്, പ്രിയങ്ക ചോപ്ര തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയുണ്ട്. എന്തൊക്കെയാണ് ദുബായ് നൽകുന്ന പ്രധാന അഡ്വാൻറ്റേജസ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് 0 പേഴ്സണൽ ഇൻകം ടാക്സ് ആണ്. അതായത് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതിൽ നിന്ന് ₹1 പോലും പേഴ്സണൽ ടാക്സ് ആയി നൽകേണ്ടതില്ല. അടുത്തത് പ്രൈവസി ആൻഡ് പാപ്പറാസി കൾച്ചറാണ്. അതായത് സെലിബ്രിറ്റികൾക്ക് ഏറ്റവും വേണ്ടത് പ്രൈവസിയാണ്. ദുബായിൽ ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് പാപ്പറാസികളുടെ ശല്യമില്ലാതെ സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ സാധിക്കും. ഇനി സേഫ്റ്റി ഫസ്റ്റ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ്. രാത്രി വൈകിയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയമില്ലാതെ നടക്കാം. നിയമങ്ങൾ കർശനമാണെങ്കിലും അവ സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണെന്ന ബോധ്യം ജനങ്ങൾക്കിടയിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇനി ഗ്ലോബൽ കണക്ടിവിറ്റിയാണ്. 8 മണിക്കൂർ കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ദുബായിൽ നിന്ന് പറന്നെത്താം. ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ സൗകര്യമാണ്. ആധുനിക ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും അത്യാധുനിക ഷോപ്പിംഗ് മാളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ചേർന്ന് ലോകത്തെ ഏറ്റവും മികച്ച ജീവിത നിലവാരം ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് UAE നൽകുന്ന പിന്തുണ സമാനതകൾ ഇല്ലാത്തതാണ്.
സാമൂഹികമായ സഹിഷ്ണുതയാണ് ദുബായിയുടെ മറ്റൊരു വലിയ പ്രത്യേകത. ഇസ്ലാം ഔദ്യോഗിക മതമായ രാജ്യമാണെങ്കിലും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന രീതിയാണ് UAE പിന്തുടരുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി ദുബായ് മാറിയിരിക്കുന്നു. ആരാധനാലയങ്ങൾ പണിയുന്നതിനും സ്വന്തം വിശ്വാസം പിന്തുടരുന്നതിനും അവിടെ തടസ്സങ്ങളില്ല. 2023 നടപ്പിലാക്കിയ സിവിൽ പേഴ്സണൽ സ്റ്റേറ്റസ് ലോ പ്രകാരം മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് വിവാഹം, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളിൽ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളോ ആധുനിക നിയമങ്ങളോ പിന്തുടരാൻ അനുവാദമുണ്ട്. ഇത്തരത്തിലുള്ള നിയമപരമായ പരിഷ്കാരങ്ങൾ ആഗോള പൗരന്മാരെ ദുബായിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. സെലിബ്രിറ്റികൾ മാത്രമല്ല, സാധാരണക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ദുബായ് വലിയൊരു പ്രതീക്ഷയാണ്. 2026 പുതിയ വിസ മാറ്റങ്ങളും നിയമപരിഷ്കാരങ്ങളും വിദേശികൾക്ക് ഇവിടെ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ സ്വന്തം നാട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. മതം ഇസ്ലാം ആണെങ്കിലും എല്ലാ മതസ്ഥർക്കും വേണ്ടിയുള്ള സിവിൽ പേഴ്സണൽ ലോ പോലുള്ള മാറ്റങ്ങൾ ദുബായിയെ കൂടുതൽ ലിബറലാക്കി മാറ്റിയിരിക്കുകയാണ്. വെറുതെ താമസിക്കാൻ മാത്രമല്ല ബ്രെറ്റ്ലി ഇവിടം തിരഞ്ഞെടുത്തത്. ദുബായിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ഡാന്യൂബ് പ്രോപ്പർട്ടീസിന്റെ ഗ്ലോബൽ അംബാസിഡറായി അദ്ദേഹം നിയമിതനായിട്ടുണ്ട്. ദുബായിലെ വളരുന്ന ബിസിനസ് സാഹചര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 1% പേയ്മെന്റ് പ്ലാൻ പോലുള്ള നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കമ്പനിയുമായി ചേർന്ന് അദ്ദേഹം തന്റെ പുതിയ കരിയർ കരുപിടിപ്പിക്കുകയാണ്. ബ്രെറ്റ്ലി പറഞ്ഞതുപോലെ ദുബായ് വെറും ഒരു സ്ഥലമല്ല, അതൊരു ഊർജ്ജമാണ്. പണ്ട് മരുഭൂമിയായിരുന്ന ഒരിടം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് അവിടുത്തെ ഭരണാധികാരികളുടെയും ജനങ്ങളുടെയും വലിയ സ്വപ്നങ്ങളുടെ ഫലമായിട്ടാണ്. ആ സ്വപ്നങ്ങളിൽ പങ്കാളികളാകാനും ആധുനികതയുടെയും പാരമ്പര്യത്തിന്റെയും സങ്കലനം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ദുബായ് എന്നും തുറന്ന വാതിലായി തുടരും. ബ്രെറ്റ്ലി പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ദുബായിലേക്ക് വരണം. അത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഓസ്ട്രേലിയ തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുമെങ്കിലും ജീവിതത്തിന്റെ അടുത്ത അധ്യായം ദുബായിൽ എഴുതി ചേർക്കുകയാണ് ഈ താരം. സ്പീഡ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഗ്രൗണ്ടിൽ വിസ്മയം തീർത്ത ബ്രെറ്റ്ലിയുടെ ഈ പുതിയ ഇന്നിംഗ്സിന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. ക്രിക്കറ്റ് മൈതാനത്ത് ബ്രെറ്റ്ലി എറിഞ്ഞ പന്തുകളേക്കാൾ വേഗത്തിലാണ് ഇന്ന് ദുബായ് വളരുന്നത്. ആ വളർച്ചയുടെ ഭാഗമാകാൻ ലോകം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യയും നയതന്ത്രവും കായിക ലോകവും ഒരുപോലെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ചൈനയുടെ അദൃശ്യ ആയുധങ്ങൾ ബഹിരാകാശ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുമ്പോൾ ജപ്പാനും മലേഷ്യയും പോലുള്ള രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധം ഏഷ്യൻ മേഖലയിൽ പുതിയൊരു സമാധാന അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് സനെ തക്കേച്ചിയുടെ വിജയം ഏഷ്യൻ മേഖലയിൽ ജപ്പാന്റെയും ഇന്ത്യയുടെയും കൂട്ടുകെട്ടിന് പുതിയൊരു ഊർജ്ജം നൽകുമ്പോൾ, മറുവശത്ത് കായിക ലോകത്ത് നിന്ന് ബ്രെറ്റ്ലിയുടെ മാറ്റം ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡുകളെ കാണിക്കുന്നുണ്ട്. മാറ്റങ്ങൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷെ ശരിയായ നയതന്ത്രവും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയും നമുക്ക് മറികടക്കാം. ഗുഡ് നൈറ്റ്. ആധുനിക ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇന്നും ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അതിൽ തന്നെ ജെൻസി അഥവാ